മാന്നാർ മത്തായി സിനിമയിൽ ലാസ്റ്റ് മിനിറ്റ് നായകൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പോലെ ഞങ്ങൾക്ക് കൊണ്ടൊരു വളരെ അഡ്വഞ്ചറസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റിംഗ് സ്റ്റോറി. വെൽക്കം ടു എപ്പിസോഡ് നമ്പർ 11 ഓഫ് ഫാർ മൈ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫീച്ചർ ഫിലിം. അപ്പോൾ ഫ്ലാഷ് ബാക്കിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത ഈ ആക്ട്രസ് ലാസ്റ്റ് മൊമെൻറ്റ് ക്യാൻസൽ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് എന്തായാലും ഷൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു പ്രത്യേക സിറ്റുവേഷൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഞാനും കുറച്ച് ക്രൂ മെമ്പേഴ്സും ഇവിടെ നിന്ന് കുറച്ച് ദിവസം മുന്നേ പുറപ്പെടുന്നു. ബാംഗ്ലൂർ ചെന്നൊരു 3-4 ദിവസം ഞങ്ങൾ ആൾക്കാരെ അന്വേഷിച്ചെങ്കിലും ഞങ്ങൾക്ക് ആരെയും കണ്ടെത്താനായില്ല. അങ്ങനെ 2-3 ദിവസം കൂടി നിന്നതിന് ശേഷം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പാക്കപ്പ് ചെയ്ത് തിരിച്ച് പോരാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ച് നിൽക്കുമ്പോൾ ഒരു കുട്ടി ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു, കാണാൻ കൊള്ളാലോ, നല്ല കുട്ടിയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് അവിടെ വിട്ടു. രാത്രി പേളി മാണിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഫാസിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ എടാ ഇത് നമ്മളൊന്ന് വൈകുന്നേരം കണ്ട കൊച്ചനെയാണല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ജസ്റ്റ് കൗതുകത്തോടെ നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ, അത് പറഞ്ഞ് ഞങ്ങളങ്ങനെ വിട്ടു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അവിടുത്തെ കൾച്ചറൽ ടീമൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള പ്ലാനിൽ ഞാനും ഉണ്ണിയും കൂടിയും ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി കോളേജിലേക്ക് നടക്കുമ്പോൾ ഈ കുട്ടി വീണ്ടും ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ കൂടെ പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ ഉണ്ണിയെടുത്ത് പറഞ്ഞാൽ ഒരാൾ 3 തവണ കാണാമെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമില്ല, നമുക്ക് എന്തായാലും പോയി സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉണ്ണിയും നിള എന്ന് പറഞ്ഞ ഈ കുട്ടിയുടെ അടുത്ത് പോയി സംസാരിച്ചു. ഞങ്ങൾ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നോക്കാം. അപ്പോൾ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തു. ആൾ അവിടെ വെച്ച് ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോളേജിൽ ചെന്നു. അവിടുത്തെ കൾച്ചറൽ ടീമായിട്ട് ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് ഞങ്ങളുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു. അങ്ങനെ കോളേജിൽ കൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊരു ഗ്രൂപ്പ് ഓഫ് പെൺകുട്ടികളിരുന്ന് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു കോൺടാക്ട് നമ്പർ തരാണ്, ഇന്ന കുട്ടീനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്, അവർ ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫോൺ എടുക്കുന്നത് ഈ നിള എന്ന് പറഞ്ഞ കുട്ടി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത് ഇറ്റ്സ് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്യാന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് ചെല്ലുന്നു. ആൾ തിരിച്ച് ആളുടെ പി ജിയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ SG പാളയെ കൂടെ ആളുടെ കൂടെ നടന്ന് ഞങ്ങൾ കഥ ഈ സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ സ്റ്റോറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓൾമോസ്റ്റ് ആളുടെ PG എത്താറായപ്പോൾ ആൾ പറയുന്നു ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷേ എനിക്ക് പാരൻസ് സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ പാരൻസായിട്ട് സംസാരിക്കുന്നു, അവർ എഗ്രി ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഈ ഒരു അവസരം എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഫീമെയിൽ ക്രൂ മെമ്പർ ഉണ്ട്, അമൃത സുരേഷൻ. അമൃത ഷാർജയിലുള്ള നിളയുടെ പാരൻസായിട്ടൊരു 1-2 hours കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് അങ്ങനെയാണ് നിള എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുടെ കൂടെ ഒരു 3 days ഷൂട്ട് പെർമിഷനാണ് ഞങ്ങൾക്ക് നിളയുടെ പാരൻസ് തന്നത്. അങ്ങനെ നിളയും നിളയുടെ ഫ്രണ്ട് നോറയും ഞങ്ങളുടെ കൂടെ ക്രൂവിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഗോകർണയിലേക്ക് യാത്ര പുറപ്പെടുന്നു സെക്കൻഡ് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാനായിട്ട്.